പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വീണ്ടും ലോകവിപണികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെ നിക്ഷേപകരും സാമ്പത്തിക രംഗവും വീണ്ടും ജാഗ്രതയിലായി. ഇതിനോടകം തന്നെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്ന സാഹചര്യത്തിലാണ് പുതിയ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളിൽ നിന്ന് സൈനികരെ സംരക്ഷിക്കാനാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ ഈ സംഭവത്തിന് ഇറാൻ ശക്തമായി പ്രതിരോധിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ഇറാൻ തിരിച്ചടിച്ചാൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ വീണ്ടും വലിയ സംഘർഷത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതേസമയം വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർത്ത് വലിയ യുദ്ധത്തിലേക്ക് പോകാൻ ഇരു വിഭാഗവും ഇപ്പോൾ തയ്യാറാകില്ല എന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. കാരണം നീണ്ടുനിൽക്കുന്ന യുദ്ധം ഇരു രാജ്യങ്ങൾക്കും വലിയ സാമ്പത്തികവും രാഷ്ട്രീയമായ സമ്മർദ്ദം ഉണ്ടാക്കും. ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ ഉടൻ പ്രതികരണം കണ്ടു. ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയർന്നു. മറുവശത്ത് സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായി. ഓഹരി വിപണികളും ജാഗ്രതയോടെ നീങ്ങുകയാണ്. അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ തങ്ങൾ വഴങ്ങില്ല എന്നാണ് ഇറാന്റെ പ്രതികരണം. സ്വന്തം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ മുൻനിർത്തി മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സമാധാന ശ്രമങ്ങളെ ബാധിക്കുന്നുവെന്ന പരാതിയും ഇറാൻ അമേരിക്ക അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയും ശ്രദ്ധ നേടുകയാണ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞത്. മികച്ച ഒരു കരാറിലേക്ക് എത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കരാർ ഉണ്ടാക്കാതെ പോകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിയും ജാഗ്രതയിലാണ്. ഇന്ന് വിപണി വലിയ മുന്നേറ്റമോ വലിയ ഇടിവോ ഇല്ലാതെ വ്യാപാരം ആരംഭിക്കുമെന്നാണ് സൂചന. നിഫ്റ്റി സൂചികൾ ചെറിയ നേട്ടം മാത്രമാണ് കാണിച്ചിരുന്നത്. നിക്ഷേപകർ ഇപ്പോഴും സാഹചര്യം വിലയിരുത്തുന്ന ഘട്ടത്തിലാണ്. ഏഷ്യൻ വിപണിയിലും മിശ്രിത പ്രതികരണമാണ്. ജപ്പാനിലെ നിക്കോയ് സൂചിക ഇന്ന് നഷ്ടത്തിലാണ്. ചൈനയുടെയും ഹോങ്കോങ്ങിന്റെയും വിപണികളും താഴ്ന്നു. എന്നാൽ ദക്ഷിണ കൊറിയയിലെ കോസ്പി സൂചിക മികച്ച നേട്ടം സ്വന്തമാക്കി. ലോകവിപണികളിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന പ്രതീക്ഷയാണ് നിഷ്പക്ഷരെ ആവേശത്തിലാക്കിയത്. സെൻസെക്സ് 1000-ലേറെ പോയിന്റ് ഉയർന്നു. നിഫ്റ്റിയും മികച്ച നേട്ടം സ്വന്തമാക്കി. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, സ്വകാര്യ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ വാങ്ങലാണ് ഉണ്ടായത്. ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, എണ്ണവാതക കമ്പനികളുടെ ഓഹരികളും ഉയർന്നു. എന്നാൽ ചില ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികളുടെ ഓഹരികൾ ചെറിയ നഷ്ടത്തിലായിരുന്നു. ഇന്നലത്തെ മുന്നേറ്റത്തോടെ നിക്ഷേപകരുടെ ആസ്തി മൂലം ലക്ഷക്കണക്കിന് കോടി രൂപ ഉയർന്നു. വിദേശ നിക്ഷേപകരും ഇന്ത്യൻ നിക്ഷേപകരും ഒരുപോലെ ഓഹരികൾ വാങ്ങിയതും വിപണിക്ക് കരുത്തായി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന പ്രതീക്ഷയാണ് വിപണികളുടെ നേട്ടത്തിലേക്ക് നയിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന ഇറാന്റെ സൂചനയും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകി. ലോകത്തിലെ പ്രധാന എണ്ണക്കടൽ പാതകളിൽ ഒന്നാണ് ഹോർമൂസ്. ഇവിടെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലായാൽ എണ്ണവില താഴാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് ട്രംപ് നടത്തിയ ചില പ്രസ്താവനകൾ വിപണിയിൽ വീണ്ടും ആശങ്ക സൃഷ്ടിച്ചു. സമാധാന കരാർ ഉടൻ ഉണ്ടാകില്ല എന്നും കരാർ ഉണ്ടാകുന്നതുവരെ ഇറാന്റെ കപ്പലുകൾ തടയുമെന്നും ട്രംപ് പറഞ്ഞതോടെയാണ് ജാഗ്രത വർദ്ധിച്ചത്. ക്രൂഡ് ഓയിൽ വിപണിയിലും വലിയ ചലനങ്ങളാണ് നടക്കുന്നത്. ഇന്നലെ കുത്തനെയിടിഞ്ഞ ബ്രെന്റ് ക്രൂഡ് ഇന്ന് വീണ്ടും ഉയർന്നു. ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്ന വാർത്തയാണ് വില ഉയർത്തുന്നതിന് പ്രധാന കാരണം. ഇപ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് ഏകദേശം $98 മുകളിലാണ്. എന്നാൽ അമേരിക്കൻ WTI ക്രൂഡിന്റെയും UAE മർബൻ ക്രൂഡിന്റെയും വില താഴ്ന്നു. എണ്ണവില ചെറിയ മാറ്റം പോലും ലോക സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇത് വളരെ പ്രധാനമാണ്. ഇതിനിടെ ഇന്ത്യൻ രൂപയും കുറച്ചു കരുത്ത് വീണ്ടെടുത്തു. തുടർച്ചയായ 3-ാം ദിവസമാണ് രൂപ ഡോളറിനെതിരെ മെച്ചപ്പെടുന്നത്. രൂപയുടെ മൂല്യം ഉയർന്നത് വിദേശ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘട്ടമായി മാറി. റിസർവ് ബാങ്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കിയിരുന്നു. രൂപയുടെ മൂല്യം സ്ഥിരീകരിക്കാൻ കേന്ദ്ര ബാങ്ക് ശ്രമം തുടരുകയാണ്. അമേരിക്കൻ ഓഹരി വിപണിയും ഇന്നലെ നേട്ടത്തിലായിരുന്നു. ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് സൂചികൾ എല്ലാം ഉയർന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയാണ് അവിടെയും വിപണിയെ കരുത്തുറ്റതാക്കിയത്. സ്വർണ്ണവിലയിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വില കുറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് വീണ്ടും നേരിയ വർധനവുണ്ടായി. കേരളത്തിൽ ഗ്രാമിന് 30 രൂപ, പവന് 240 രൂപയും വർദ്ധിച്ചു. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയെയും ബാധിക്കുന്നത്. എന്നാൽ സ്വർണ്ണവിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകളെ ആശ്രയിച്ചായിരിക്കും ഇനി വിപണി നീങ്ങുക. യുദ്ധഭീഷണി കൂടിയാൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതോടെ വില വീണ്ടും ഉയരാനും സാധ്യതയുണ്ട്. ഇതിനിടെ എണ്ണ കമ്പനികളുടെ ഓഹരികൾ മികച്ച നേട്ടമാണ് കൈവരിച്ചത്. ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ ശക്തമായി ഉയർന്നു. ഇന്ധന വിലയിലെ മാറ്റങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലെ ചാഞ്ചാട്ടവുമാണ് ഇതിന് കാരണം. സമാധാന ചർച്ചകൾ വിജയിച്ചാൽ വിപണിക്ക് വലിയ ആശ്വാസമാകും. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുകയും എണ്ണ വിതരണം സാധാരണ നിലയിലാകുകയും ചെയ്താൽ ക്രൂഡ് ഓയിൽ വില കുറയാൻ സാധ്യതയുണ്ട്. അതോടെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണം ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപകർ വളരെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത്. പശ്ചിമേഷ്യയിലെ ഓരോ വാർത്തയും ഇനി ലോക വിപണിയിലെ നേരിട്ട് ബാധിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.